സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. ഫ്രണ്ട്സ്, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം കാച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. നമ്മൾ മുമ്പൊരെണ്ണം ചെയ്തിരുന്നു, അത് PVC പൈപ്പ് ഉപയോഗിച്ചാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ കവർ വെച്ചാണ്. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, ഇത് നിർമ്മിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒഴിഞ്ഞ 2 ടൂത്ത് പേസ്റ്റ് കവറുകളാണ്. അതുകൂടാതെ ഇതുപോലൊരു പൈപ്പും. നമ്മൾ ഏകദേശം 2 മീറ്ററോളം ഇത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിൻ്റെ നീളം നിശ്ചയിക്കാവുന്നതാണ്. ഈ പൈപ്പിൽ ഒട്ടും തന്നെ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പൈപ്പിൻ്റെ എൻഡിൽ കവർ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കവറിൻ്റെ ത്രെഡ് കളഞ്ഞെടുക്കേണ്ടതുണ്ട്. 2 കവറിലും ത്രെഡ് കളഞ്ഞ് സ്മൂത്ത് ചെയ്തെടുക്കണം. നമ്മൾ ചെറിയൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ് ഇതുപോലെ റബ്ബ് ചെയ്ത് സ്മൂത്ത് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ 2 കവറിൻ്റെയും ത്രെഡ് കളഞ്ഞ് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടും നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കവർ രണ്ടും ഓരോ എൻഡിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ എൻഡ് പോർഷൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈസിയായി കടത്തി വെക്കാവുന്നതാണ്. നമുക്കപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മൾ 2 എൻഡും ഹീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈസിയായി കവർ രണ്ടും അതിൽ ഇൻസർട്ട് ആവുന്നത്. ഇനി നമുക്കത് ഒരല്പം MCയിൽ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. MCയിൽ മിക്സ് ചെയ്യുന്നതിനായി നമ്മൾ ഇതുപോലൊരു ചെറിയ ടൈലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ MCയിലെ 2 പാർട്ടും ഒരേ ക്വാണ്ടിറ്റിയിലെടുത്ത് നമുക്ക് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കവർ ഉറപ്പിക്കുന്നതിന് മുന്നേ ഇതിൽ നന്നായി എയർ നിറയ്ക്കേണ്ടതുണ്ട്. നന്നായി എയർ നിറച്ചിട്ട് വേണം നമുക്ക് MCയിൽ തേച്ച് ഉറപ്പിക്കാനായിട്ട്. ഫ്രണ്ട്സ്, നമ്മൾ എയർ നിറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കവറ് ഈ പൈപ്പിലിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം MCയിൽ നന്നായി തേച്ച് കൊടുക്കാം. ഒട്ടും തന്നെ എയർ പുറത്തു പോകാത്ത വിധം ഇത് തേക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു കവർ നന്നായി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കവറും നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് അതിലുള്ള എയർ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷമാണ് അത് ഉറപ്പിക്കേണ്ടത്. നമ്മൾ എയർ കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പൈപ്പിൻ്റെ മറ്റേ എൻഡിൽ ഈ കവർ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പം MCയിലും തേച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാം. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, MCയിലെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എയർ കളഞ്ഞെടുത്തിരിക്കുന്ന കവറ് ഒരു പരന്ന പ്രതലത്തിൽ നന്നായി ഉറപ്പിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു തടിയാണ് എടുത്തിരിക്കുന്നത്. ഈ തടി കഷ്ണത്തിൽ നമ്മൾ ഈ കവർ ഇതുപോലെ വെച്ച് ഉറപ്പിച്ചു കൊടുക്കും. ഒരു ചെറിയ കെട്ട് കമ്പി വെച്ച് നമ്മൾ കെട്ടിയാണ് ഇത് ഉറപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കമ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം 2 സൈഡിലും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു പ്ലെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ കമ്പി ഇതുപോലെ തടിയിൽ ഉറപ്പിക്കാവുന്നതാണ്. അധികം ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരല്പം ലൂസായിട്ട് വേണം നമ്മൾ ഉറപ്പിച്ചെടുക്കാനായിട്ട്. പ്ലെയർ ഉപയോഗിച്ച് അതിൻ്റെ അറ്റങ്ങൾ പിരിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ കവറ് ഇതുപോലെ കയറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ കയറ്റി നമുക്ക് കവർ ഉറപ്പിച്ച് വെക്കാം.
ബാലൻസ് ഭാഗം പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്തും കളയാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സാനിറ്റൈസർ ഇതിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായി സാനിറ്റൈസർ ഈ കവറിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ചെറിയൊരു കെട്ടുകമ്പി എടുത്ത് നമ്മുടെ തടിയുടെ അടിയിലൂടെ അത് കടത്തി വെച്ചതിന് ശേഷം സാനിറ്റൈസർ അതിൽ വെച്ച് അതിൻ്റെ നോസിലൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ കെട്ടിക്കൊടുക്കണം. നോസിലിൽ തന്നെ കെട്ടണമെന്ന് നിർബന്ധമില്ല. നോസിലിൻ്റെ മുകളിലൂടെ കമ്പികൾ പരസ്പരം കെട്ടിവെച്ചാലും മതി. അങ്ങനെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ പണികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് താഴെയുള്ള കവറിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, സാനിറ്റൈസർ വന്നിരിക്കുകയാണ്. അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായി സാനിറ്റൈസർ പുറന്തള്ളുന്നുണ്ട്. ഫ്രണ്ട്സ്, ഒരു കുഴപ്പവും കൂടാതെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ദിസ് ഇസ് ബിൻസ്ലാൽ സൈനിങ് ഓഫ്.